ആശംസിക്കുന്നു. എന്നിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റിയിലേക്ക്. അത് സമർപ്പിക്കുന്ന കമ്പനി, അതിൻ്റെ ഡീറ്റെയിൽസും വിശദാംശങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അതിനു മുമ്പായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് നമ്മുടെ വരുമാനം ലഭ്യമാകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ സാഹചര്യത്തിലെ നിലവാരത്തിന് അനുസരിച്ച്, ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ജീവിച്ചു പോകുന്നതിന് മതിയായ വരുമാനമാണോ, അല്ലെങ്കിൽ നാളുകളിൽ നമുക്ക് സാമ്പത്തികമായ സുരക്ഷിതത്വത്തിലാണോ നമ്മൾ സഞ്ചരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഒരു അധിക വരുമാനത്തെ പറ്റി നമ്മൾ ആലോചിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ആർ യു തിങ്കിങ് അബൌട്ട് ഗെറ്റിംഗ് സം എക്സ്ട്രാ ഏണിങ്സ്? അപ്പോൾ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഇൻകം ആവശ്യമെന്ന് തോന്നുന്നുവെങ്കിൽ, അതിനായിട്ടൊരു കമ്പനിയെ പരിചയപ്പെടുത്തുന്നതാണ് ബൈബൽ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഇത് 2025, അതായത് ഈ വർഷം മെയ് 24-ാം തീയതിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ കമ്പനിയുടെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ കമ്പനിയുടെ ലക്ഷ്യം എന്തെന്നതാണ് നമുക്കിനി മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള, നമുക്ക് ഈ ബിസിനസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ വിസിബിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കമ്പനിയുടെ മാനേജ്മെന്റ് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല, സർ പറഞ്ഞിരുന്നു. ഞാൻ ശ്രീകുമാരി ഷാജി, ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് IT സെക്ടറിലും, അതേപോലെ ഓൺലൈൻ ഷോപ്പിംഗ്, ഫിനാൻസ് സെക്ടർ, ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി, ഈ മേഖലകളിലൊക്കെ പ്രവർത്തിച്ച മുൻപരിചയവും അതിൽ നിന്ന് കിട്ടിയ അനുഭവ സമ്പത്തുമാണ് എന്നെ ഇത്തരം ഒരു പ്രോജക്റ്റ് ക്രമീകരിക്കുവാൻ പ്രാപ്തയാക്കിയത്. അതിൻ്റെ അനുഭവ സമ്പത്തിലൂടെയാണ് ഞാൻ ഇതൊക്കെ ഇപ്പോൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി മുൻപോട്ടുള്ള പ്രയാണത്തിന് നമുക്ക് ഒരു മുതൽക്കൂട്ടെന്ന് പറയുന്നത് നമ്മുടെ വിഷനാണ്. അതായത് നമ്മുടെ എല്ലാ ജനങ്ങൾക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭ്യമാക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു കൊമേഴ്സ് പ്ലാറ്റ്ഫോം പടുത്തുയർത്തുക. അതായത് നമുക്ക് എക്കാലവും വരുമാനം കിട്ടത്തക്ക സംവിധാനത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും, ആ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ അംഗങ്ങളെയും സാമ്പത്തികമായി സുരക്ഷിതത്വത്തിലാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെ ആക്കി തീർക്കുന്ന എന്തിനാണ് കമ്പനിക്ക് എത്ര ആവശ്യം എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ അറിയുക, നമുക്ക് സാമ്പത്തിക ഭദ്രതയുള്ള ഒരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ ബിസിനസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്ത് പ്രൊഡക്റ്റുകളും ഏത് സാധനങ്ങളും ഒരു വ്യക്തിക്ക് വേണമെന്ന് ആഗ്രഹം വന്നാൽ അത് വാങ്ങണമെങ്കിൽ നമുക്ക് പണം കൈവശം ഉണ്ടാവും. അപ്പോൾ പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് ഓരോ ജനതയെയും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ കൈപിടിച്ചു കൊണ്ടുപോകാൻ, മഹാരാജ്യത്തിലുള്ള ജനങ്ങൾ കൈപിടിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ഒരു ചെറിയ സംരംഭം എന്ന നിലയിലാണ് ബൈബൽ ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. അതിലേക്കാണ് നമ്മുടെ സഞ്ചാരം. അതിനായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ മനുഷ്യർക്ക് അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വിവിധ മേഖലയിലെ പ്രൊഡക്റ്റുകളാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞിരുന്നു, നമ്മൾ മൊബൈൽ റീചാർജിങ് കമ്പനിയല്ല, നമ്മൾ അതൊരു സർവീസ് മാത്രമാണ് ഈ കമ്പനിയുടെ. അതേപോലെ തന്നെ അനേക ഉൽപ്പന്നങ്ങൾ, നമ്മൾ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അത് കൊമേഴ്സ് എന്ന് അറിയാതെ പോലും അതിൻ്റെ സേവനം സ്വീകരിക്കുന്ന ജനങ്ങളാണ് നമുക്കിടയിൽ ഏറെയും പങ്കും. അപ്പോൾ കൊമേഴ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുക, അതിൻ്റെ അനന്ത സാധ്യത എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മുടെ ഈ ഒരു ഉദ്യമം എന്ന് പറയുന്നത്. പിന്നെ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ 2-3 സ്ഥാപനങ്ങളുടെ പേര് വരുമ്പോൾ ഇതായിരുന്നു കൊമേഴ്സ് എന്ന് ചിന്തിക്കും. അതായത് സൊമാറ്റോ, സ്വിഗ്ഗി, നമ്മുടെ വീട്ടിൽ വേണ്ട പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആഹാര സാധനങ്ങൾ നമുക്ക് സമയത്തിന് നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഹോട്ടലിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിൽ എത്തുന്നു. അത് ഓർഡർ ചെയ്യുന്നതിനൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ കണ്ടത്, സൊമാറ്റോ, സ്വിഗ്ഗി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എവിടെ നിന്നാണോ നമുക്ക് വേണ്ട പ്രോഡക്റ്റ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്, ആ ഓർഡറിനനുസരിച്ച് നമുക്ക് സമയബന്ധിതമായിട്ട് നമ്മുടെ കൈകളിൽ എത്തിച്ചു തരണം. അപ്പം നമ്മൾ ആ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ കൊടുക്കേണ്ട എമൗണ്ടിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യാസം അതിനുണ്ടാകുന്നുണ്ട് അല്ലേ? അത് ആ പ്ലാറ്റ്ഫോമിൻ്റെ പ്രോഫിറ്റാണ് അല്ലേ? അപ്പോൾ ആ പ്ലാറ്റ്ഫോമിലേക്ക്, അതായത് ആ പ്ലാറ്റ്ഫോമിൻ്റെ സർവീസിനുള്ള ചാർജാണ് അവിടെ ഈടാക്കപ്പെടുന്നത്. അതിൽ നിന്നും ഡെലിവറി ബോയ്സിന് ഉള്ള എമൗണ്ട് കൊടുത്തതിൻ്റെ ബാലൻസ് ആ പ്ലാറ്റ്ഫോമിൻ്റെ അസറ്റാണ് അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റാണ്. ഇവിടെയും നമ്മുടെ കമ്പനി ചെയ്യുന്നത് അത് തന്നെയാണ്. എന്ത് പ്രോഡക്റ്റുകളും ബൈ ചെയ്യുന്നതിനും സെയിൽ ചെയ്യുന്നതിനും, അതായത് ഇവിടെ ഒരു അധികമായി ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഭവനം അല്ലെങ്കിൽ നമ്മുടേതായ സംരംഭങ്ങൾ ഉണ്ടാക്കുകയും ആ സംരംഭങ്ങളിലൂടെ നിർമ്മിക്കപ്പെടുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് അനായാസം വിറ്റഴിക്കുന്നതിനുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് പരമപ്രധാനമായും നമ്മുടെ കമ്പനി ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ആവശ്യമുള്ള എന്ത് പ്രൊഡക്റ്റുകളും വാങ്ങാനുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക. ഈ വാങ്ങലിലും വിൽക്കലിലും നമുക്ക് ലാഭമുണ്ട്.
അതായത് മിഡിൽമെൻ കമ്മീഷൻ ഉണ്ട്. ഈ മിഡിൽമെൻ കമ്മീഷൻ കമ്പനിക്ക് മാത്രമല്ല, കമ്പനി അതിൻ്റെ 25% ഈടാക്കുന്നെങ്കിൽ ബാക്കി 75% ഇന്ന് മുതൽ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ളവരും ഇനി വരാൻ പോകുന്നവർക്കുമായിട്ട് ലാഭവിഹിതമായി പങ്ക് കിട്ടുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റം. ഇനി നമുക്കറിയാം, നമ്മുടെ ഏറ്റവും സ്റ്റേപ്പിളായിട്ടുള്ള ഒരു ബിസിനസ് മേഖലയാണ് ഗ്രോസറി, അതായത് നിത്യോപയോഗ സാധനങ്ങൾ. കൊറോണയുടെ കാലത്ത് നമ്മൾ കണ്ടതാണ്, നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന എന്താണ്? ഗ്രോസറി ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ പറയുന്നത് വൺ ആൻഡ് ഓൺലി സസ്റ്റൈനബിൾ ബിസിനസ് എന്നാണ് ഗ്രോസറി മേഖലയിൽ പറയുന്നത്. അപ്പം നമുക്ക് എന്ത് പ്രോഡക്റ്റുകൾ, നമുക്കറിയാം ഇ കൊമേഴ്സിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്ന സ്ഥാപനങ്ങൾ ഒഴിച്ച് അധികം ഇ കൊമേഴ്സ് സംരംഭങ്ങൾ ഇവിടെ വിജയിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ക്രമീകരണത്തിൽ വന്നിട്ടുള്ള പരാജയങ്ങളാകാം, അതുപോലെ തന്നെ ആ മേഖലയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ കുറവാകാം, ഇങ്ങനെ പല സംഗതികളുണ്ട്. പക്ഷേ നമുക്കിവിടെ ലാഭത്തിൻ്റെ റേഷ്യോ അല്ല ഇവിടെ കമ്പനി നോക്കുന്നത്, എല്ലാവർക്കും സർവീസ് ഏറ്റവും വേഗത്തിൽ കിട്ടുക. എന്നാൽ ഓരോ വ്യക്തികളുടെയും പ്രതിമാസ ചിലവുകളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് സമൂഹത്തെ പഠിപ്പിക്കുക, പ്രാപ്തരാക്കുക, അതിൽ നിന്ന് വരുമാനം നേടിയെടുക്കുക. അതിനായിട്ട് കമ്പനി ഇവിടെ ആദ്യം തരുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ NFC കാർഡാണ്. ഈ NFC കാർഡ് എന്ന് പറയുന്നത് നിയർ ഫീൽഡ് കണക്ടിവിറ്റി കാർഡ് എന്ന് പറയും. ഇത് നമ്മുടെ ഐഡന്റിറ്റി കാർഡാണ് ശരിക്കും. അതെന്ന് വെച്ചാൽ ബൈബിൾ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നമുക്ക് എത്രമാത്രം അസറ്റ് ഉണ്ട് എന്ന് കമ്പനിയുടെ വെൻഡേഴ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ അംഗീകൃത വ്യാപാരികളുടെ അടുത്തു നിന്നും നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ നിങ്ങളുടെ വാലറ്റിൽ ഇവിടെ എത്ര രൂപ ഹോൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാനുള്ള ഐഡന്റിറ്റി കാർഡ്. എങ്കിൽ മാത്രമേ നമ്മൾ ഈ കാർഡുമായിട്ട് ഏതൊരു ഷോപ്പിൽ കടന്നു ചെന്നിട്ടും നമ്മൾ പ്രോഡക്റ്റ് ആവശ്യപ്പെടും, അവിടെ എഴുതിയിട്ടുണ്ടാവും ബൈബിളിൻ്റെ അംഗീകൃത വ്യാപാരി എന്ന് ഉണ്ടാവും, ബോർഡ് ഉണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ നമ്മളെ തിരിച്ചറിയുന്നതിന്, നമുക്ക് ബൈബിളിൽ എനിക്ക് ഇത്ര രൂപ കിടപ്പുണ്ട്, എനിക്ക് പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കിടക്കാരൻ തന്നു വരുമോ? ഇല്ല. അതേസമയം നമുക്ക് നമ്മുടെ ID നമ്പർ, അതുപോലെ ID കാർഡ്, അതായത് അവർക്ക് ആ ഫണ്ട് നമ്മുടെ കമ്പനിയിൽ നിന്നും എടുക്കണമെങ്കിൽ, അതായത് ഇവിടെ ഹോൾഡ് ചെയ്ത് കിടക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ആ ഫണ്ട് നമുക്ക് എടുക്കണമെങ്കിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഈ കാർഡ് ടാപ്പ് ചെയ്യുമ്പോഴേ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എത്ര രൂപ നമ്മുടെ കമ്പനിയിൽ ഉണ്ട് ഈ കസ്റ്റമർക്ക്. അപ്പോൾ കസ്റ്റമർ എടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് കാർഡിലുള്ള ഫണ്ടിൽ കൂടുതലാണെങ്കിൽ അത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഈടാക്കണ്ടേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ NFC കാർഡ് കൊടുക്കുന്നത്. ഇതിൽ തന്നെ QR കോഡ് സിസ്റ്റം ഒക്കെ ഇനി നമുക്ക് വരുന്നുണ്ട്. കാരണം നമുക്ക് കാർഡ് എടുക്കാതെ പോയാലും നമ്മുടെ ഫോണിൽ നമ്മുടെ കാർഡിൻ്റെ QR കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ, അതായിരിക്കും ട്രാൻസാക്ഷൻ ഏറ്റവും എളുപ്പം. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഈ കമ്പനി ഓരോരോ കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് ചെയ്തു വരുമ്പോൾ അതിൻ്റേതായ കാലതാമസം ഉണ്ടാകും. അപ്പം നമ്മൾ കുറഞ്ഞ പീരീഡേ ആയിട്ടുള്ള ഈ പ്രോജക്റ്റിലേക്ക് വന്നിട്ട് അപ്പം നമ്മൾ ക്ഷമയോടെ, നമ്മുടെ അംഗങ്ങൾ ഓരോരുത്തരും ക്ഷമയോടെ കാത്ത് നിൽക്കണം. കാരണം നമുക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റിയും നമുക്കിവിടെ ആക്കി തീർക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ സമയമുണ്ട്. ഇത് എവിടുന്നും നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ പറ്റുന്നതല്ല നമ്മുടെ പ്രോജക്റ്റിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ NFC കാർഡ് എങ്ങനെയാണ് നമുക്കിത് വാങ്ങാവുന്നത് എന്ന് ആദ്യം അറിയണ്ടേ. കമ്പനി കൊടുക്കുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയും, ഈ പ്രോഡക്റ്റ് നമുക്ക് വാങ്ങണ്ടേ. അത് വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ എന്താണ്, ആദ്യമേ അഡ്വാൻസ് ആയിട്ടൊരു 1000 രൂപ കൊടുത്താൽ NFC കാർഡിൻ്റെ അഡ്വാൻസ് എമൗണ്ടാണ്, അതായത് കാർഡ് ബുക്ക് ചെയ്യാം. എന്നാൽ ഈ 1000 രൂപ നമ്മളുടെ ഒരാളുടെ കുടുംബ ബഡ്ജറ്റിൽ അധികമാകാതിരിക്കാൻ കമ്പനി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും വേണ്ടതാണ് മൊബൈൽ റീചാർജിങ്. അപ്പോൾ അവരുടെ 3 മാസക്കാലത്തെ 3 തവണയായിട്ട് 3 മാസക്കാലത്തെ റീചാർജിങ് സംവിധാനം കൊടുക്കുകയാണ് കമ്പനി ആ 1000 രൂപയ്ക്ക് ചെയ്യുന്നത്. അതായത് കമ്പനിയുടെ ഒരു സേവനം കൊടുക്കുക. അപ്പോൾ ഇവിടെ റീചാർജിന് 3 തവണകളായിട്ട് 350 രൂപ വെച്ച് കമ്പനിയിൽ നിന്നും കസ്റ്റമർക്ക് തിരിച്ചു കിട്ടും. 1000 രൂപ ആണ് അവർ NFC കാർഡിന് അഡ്വാൻസ് ചെയ്തത്, 1050 1050 ആയിട്ടത് മടക്കി കിട്ടും. ഒപ്പം കമ്പനി എന്താണ് കൊടുക്കുന്നത്, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമുക്കൊരു ബിസിനസ് അവസരം, അതേപോലെ തന്നെ നമുക്കൊരു വെബ്സൈറ്റ്, നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ഉണ്ടോ അത് സെയിൽ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം. അവിടെ കമ്പനി ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, വിത്തിൻ 25 ഡേയ്സിൽ 2 കസ്റ്റമറെ നമ്മൾ റെഫർ ചെയ്യും. നമ്മൾ ജോയിൻ ചെയ്ത് 25 ദിവസത്തിനുള്ളിൽ 2 കസ്റ്റമറെ ഈ കമ്പനിയിലേക്ക് റെഫർ ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പനി ഒരു വരുമാനം നൽകും, റെഫർ ആൻഡ് ഏൺ സിസ്റ്റം. അപ്പം നമുക്ക് റെഫറൽ ബോണസ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് ബെനിഫിറ്റ് ലഭിക്കും. അതേപോലെ തന്നെ അടുത്ത പാർട്ട് കമ്പനി എന്താ പറയുന്നത്, ഫസ്റ്റ് പർച്ചേസിങ്, അതായത് നമുക്ക് എപ്പോൾ വേണേലും പർച്ചേസ് ചെയ്യാം. 1000 രൂപ അഡ്വാൻസ് ചെയ്ത് നമ്മൾ NFC കാർഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് 1500 രൂപയ്ക്ക് പ്രൊഡക്റ്റുകൾ, ഉൽപ്പന്നങ്ങൾ വാങ്ങാം.
അതാണ് ഫസ്റ്റ് പർച്ചേസിങ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പല ടൈപ്പ് ഉൽപ്പന്നങ്ങളുണ്ട്. ടെക്സ്റ്റൈൽസ് ഉണ്ട്, സ്പൈസസ് ഉണ്ട്, വെൽനസ് ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. കമ്പനി NFC കാർഡിനായിട്ട് ഫസ്റ്റ് ടോപ്പ് അപ്പ് പറയുന്നു. അതിന് 2000 രൂപ നമ്മൾ അടയ്ക്കുമ്പോൾ ഈ 2000 രൂപയും നമ്മുടെ NFC കാർഡിലുണ്ടാവും. അതേപോലെ തന്നെ സെക്കൻഡ് ടോപ്പ് അപ്പ് 2000 രൂപ പറയുന്നത്. ആ 2000 രൂപ എവിടെ ഉണ്ടാവും? നമ്മുടെ NFC കാർഡിലുണ്ടാവും. നമ്മുടെ ഓരോ പർച്ചേസിങ്ങിലും നമുക്ക് അഡീഷണൽ ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് ഈ എമൗണ്ട് തിരികെ കിട്ടും. അതായത് നമുക്ക് DP പ്രൈസിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നതിൻ്റെ കൂടെ അഡീഷണൽ ബെനിഫിറ്റ് എന്ത് വരും? നമ്മൾ ഈ കൊടുത്തിട്ടുള്ള എമൗണ്ട് നമുക്ക് വരും. അപ്പോൾ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്കായിട്ടുള്ള നമ്മൾ കൊടുത്തിട്ടുള്ള NFC കാർഡിലെ പർച്ചേസിങ് എമൗണ്ട് നമുക്ക് തിരികെ ലഭിക്കും. അതായത് ഫലത്തിൽ നമ്മുടെ NFC കാർഡ് 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് സ്വന്തമാകും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് വിവിധ പ്രോഡക്റ്റുകൾ കമ്പനിയിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ വെൽനസ് പ്രോഡക്റ്റുകളൊക്കെയാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന കാറ്റഗറി. ഇതിൻ്റെ പാക്കേജ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് നാളത്തേക്ക് നമുക്ക് ഫൈനലാകും. എല്ലാവരും വോട്ടും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സമാധാനമായിട്ട് ചർച്ച ചെയ്ത് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും ആവശ്യമാകുന്ന രീതിയിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നൽകുക എന്നതാണ് കമ്പനി ചെയ്യുന്നത്. അതുപോലെ തുടർച്ചയായ വ്യാപാരം, ബിസിനസ്, നമുക്കൊരു ഷോപ്പോ ഒന്നും ഇല്ലാതെ നമുക്ക് തുടർച്ചയായിട്ട് ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വേറൊരു ഭാഗം. ഇനി നമ്മുടെ ഈ NFC കാർഡിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് അറിയണ്ടേ? ഈ 4000 രൂപ അല്ലെ 5000 രൂപ ഒക്കെ കൊടുത്തൊരു NFC കാർഡ് വാങ്ങിച്ചു വെക്കുന്ന അതിൻ്റെ ആവശ്യം എന്താ? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ഇട്ടാൽ ഒരു പൈസയുടെ മുടക്കില്ലാതെ ബാങ്കുകാരിൽ നമുക്ക് ATM കാർഡ് തരുമല്ലോ, പിന്നെ എന്തിനാ ഇവരുടെ NFC കാർഡ് എന്ന് ചിന്തിച്ചേക്കാം. നമുക്കറിയാം NFC അവിടെ ATM കാർഡ് തരുമ്പോഴും ചെക്ക് ബുക്ക് തരുമ്പോഴും ഒക്കെ നമ്മുടെ ഒരു മിനിമം ബാലൻസ് അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മുടെ കമ്പനി അങ്ങനെയൊന്നും ഹോൾഡ് ചെയ്തിട്ടില്ല, ഒരു പൈസയും വേണ്ട. പക്ഷെങ്കിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ NFC കാർഡിലേക്ക് കടന്നു വരുമ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രത്തോളം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിനൊരു എമൗണ്ട് ഫിക്സ് ചെയ്യണം. അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ ഈ കൊടുക്കുന്ന അല്ലെങ്കിൽ NFC കാർഡിനായിട്ട് അഡ്വാൻസ് ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞിരുന്നാലും അത്രയും പൈസ കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് നമുക്കറിയണം വേണ്ടേ? അപ്പം നമ്മൾ അറിയുക, നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് കിട്ടുമെന്നാണ് കമ്പനി പറഞ്ഞത്. ആ ബെനിഫിറ്റ് കൂടാതെ നമ്മൾ ഈ റെഫർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്. റെഫർ ചെയ്യേണ്ട ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോ വ്യക്തികളും ഓരോ മാസവും പ്രതിമാസം പ്രൊഡക്റ്റുകൾ അനേകം വാങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ നിത്യ ജീവിത ചിലവുകൾ സാധ്യമാകുള്ളൂ അല്ലേ? ജീവിതം സാധ്യമാകും. അപ്പം നമ്മളിലെ ഒരാൾ, അതായത് നമ്മൾ ഇപ്പം എക്സാമ്പിളിൽ നിങ്ങളിൽ ആരോ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നവർ ഒരു 10000 രൂപയ്ക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങുകയാണെങ്കിൽ, അതായത് നമ്മുടെ NFC കാർഡിൽ ഹോൾഡ് ചെയ്ത് കിടക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് 10000 രൂപയ്ക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങുകയാണെങ്കിൽ നമുക്കവിടെ കമ്പനിക്ക് കമ്മീഷനായിട്ട്, മിഡിൽമാൻ കമ്മീഷനായിട്ട് 5% നൽകുന്നുണ്ടെങ്കിൽ അതൊരു 500 രൂപയുണ്ടാവും അല്ലേ? അപ്പം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക, 10000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് ഒരു മെമ്പർ വാങ്ങുന്ന എവിടെ നിന്നാണ് പണം? അദ്ദേഹത്തിൻ്റെ NFC കാർഡിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഇനി 500 രൂപ കമ്പനിക്ക് മാർജിൻ ആരാണ് തരുന്നത്? സെയിൽ ചെയ്ത ഷോപ്പ് ഉടമ. ഇനി നമ്മൾ വിചാരിക്കുക നല്ലത് തന്നെ കിട്ടിയത് തന്നെ എല്ലാ കടക്കാരും തരും എന്ന് നമ്മൾ വിചാരിക്കും. അവിടെ അറിയേണ്ട ഒരു കാര്യം, NFC കാർഡിലെ ഫണ്ട് എവിടെയാണ്? കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലാണ്. അപ്പോൾ 10000 രൂപയ്ക്ക് NFC കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ ആരാണ് പണം കൊടുക്കേണ്ടത്? കമ്പനിയാണ് പണം കൊടുക്കേണ്ടത്. അപ്പോൾ കമ്പനി പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കമ്പനിക്ക് എത്ര പെർസെൻറ്റേജ് ആണോ കടയുടമ കമ്മീഷൻ ഓഫർ ചെയ്തിട്ടുള്ളത് അല്ലെ, എഗ്രിമെന്റ് എന്താണോ ആ എമൗണ്ട് കുറച്ചിട്ട് ബാക്കി എമൗണ്ട് മാത്രമേ എവിടെ കൊടുക്കുകയുള്ളൂ? കടയുടമയ്ക്ക് കൊടുക്കുകയുള്ളൂ. അതായത് കമ്പനിയുടെ അംഗീകൃത വ്യാപാരിക്ക് നമ്മൾ കൊടുക്കുകയുള്ളൂ. അപ്പം നമ്മുടെ കമ്മീഷൻ കമ്പനിയിൽ വന്നിട്ടുണ്ടാവുമല്ലോ, കമ്പനിയിൽ ഓൾറെഡി അവിടെ ഉണ്ട്. ഈ എമൗണ്ടിനെ ഒരു 12 രൂപ 50 പൈസ ക്രമത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡൗണിൽ 1 ലക്ഷം കസ്റ്റമേഴ്സ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പർച്ചേസിങ്ങിലൂടെ നമുക്ക് 12 ലക്ഷം രൂപ പ്രതിമാസം ലഭിക്കും. കണക്ക് കേൾക്കാൻ എളുപ്പമാണ് അല്ലേ, സുഖമാണ്. പക്ഷേ നമുക്കിത് പ്രാബല്യത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അതിലേറെ സുഖമാണ്. കാരണം അത് ഒരു നീർച്ചാല് പ്രതീക്ഷിച്ചുകൊണ്ട് കമ്പനി ഈ ഒരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ മെമ്പേഴ്സ് കടന്നു വന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബൈബിളിൻ്റേത്. എന്നാൽ നമുക്ക് സമയത്തിന് സർവീസ് ക്ലിയറായി കൊടുക്കാൻ സാധിക്കാത്ത ക്രൈസിസിലേക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഡൗൺ ആയി പോയിരുന്നതിനാൽ നമുക്ക് ആ കാലത്തൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 2 മാസക്കാലമായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലെ പ്രോബ്ലംസ് എല്ലാം പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും പുതിയതായിട്ടുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്കിവിടെ നമ്മുടെ സർവീസ് ഏറ്റവും ബെറ്ററായിട്ട് കൊണ്ടുപോകാത്ത രീതിയിലുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പ്ലാറ്റ്ഫോമിൻ്റെ എല്ലാ ഭാഗങ്ങളും, അതായത് നമ്മുടെ
ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏറ്റവും ഭംഗിയായി ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ സോഫ്റ്റ്വെയർ വിഭാഗം തന്നിട്ടുണ്ട്. അതിലേക്കുള്ള പ്രയാണത്തിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഓരോന്നായി എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് 2 ദിവസത്തിനുള്ളിൽ ആ പ്രൊഡക്റ്റ് പാക്കേജുകളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന നമ്മുടെ സ്വപ്നത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ടുള്ള കമ്മ്യൂണിറ്റി ക്രിയേഷനാണ് നമ്മൾ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നാളുകളിലും അതുണ്ടാകും. കാരണം മാക്സിമം കസ്റ്റമൈസ് കപ്പാസിറ്റി നമുക്കുണ്ടെങ്കിൽ അത്രയേറെ നമ്മുടെ സെയിൽ നടത്താൻ പറ്റും, അത്രയേറെ പ്രോഫിറ്റ് നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിലേക്കും നമുക്ക് കൊടുക്കാൻ പറ്റും പ്രതിമാസ വരുമാനമായിട്ട്. അതാണ് നമ്മുടെ NFC കാർഡിൻ്റെ പൊട്ടൻഷ്യൽ. ഇനി റീചാർജ് എന്ന് പറയാൻ നമുക്കറിയാം, നമ്മളെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ നെറ്റ്വർക്കുകളാണോ അതിലെല്ലാം നമുക്ക് റീചാർജ് ചെയ്യുന്നുള്ള ഫെസിലിറ്റി ഉണ്ടാകും. ഏകദേശം 20 സെക്കൻഡോട് കൂടി നമുക്ക് എല്ലാ മൊബൈലുകളും അവനവന് തന്നെ റീചാർജ് ചെയ്യാവുന്ന സംവിധാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ മുൻകാലങ്ങളിൽ 2 പ്രാവശ്യം അതേ സിസ്റ്റം നമ്മൾ ചെയ്തിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളാൽ നമ്മൾ മാനുവൽ റീചാർജിങ്ങിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കാരണം നമുക്ക് 2 പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള അക്കൗണ്ടുകൾ ക്ലിയർ ചെയ്യാനുണ്ട്, നമ്മുടെ മുൻപോട്ട് പോകുന്നതിലുള്ള നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് സോർട്ട് ചെയ്യാനുണ്ട്, എത്ര റീചാർജ് കൊടുക്കാനുണ്ട്, എത്ര കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മൾ 20 സെക്കൻഡ് വരെ നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുവരെ മാനുവൽ റീചാർജിങ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും എമർജൻസി ആയിട്ടുള്ള ആളുകൾക്ക് റീചാർജ് ചെയ്ത് കൊടുക്കുന്നു. ബാക്കി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ മാസത്തെ റീചാർജ് ഒന്ന് തൽക്കാലം ചെയ്യാമെങ്കിൽ, കാരണം നമുക്ക് ഇത്രയേറെ അക്കൗണ്ടുകൾ ക്ലിയർ ചെയ്യാനുണ്ട് ഓഫീസിൽ, അതൊന്ന് ക്ലിയർ ചെയ്യാനുള്ള സാവകാശം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെ വ്യക്തമായി മനസ്സിലാക്കിയ എല്ലാ വ്യക്തികളും നമ്മളോട് സഹകരിക്കുന്നുമുണ്ട്. ഇനി നമുക്ക് ആക്റ്റീവ് ബെനിഫിറ്റ്സും റിപ്പീറ്റഡ് ബെനിഫിറ്റ്സും എന്ന 2 കോളങ്ങളാണ് കാണാനുള്ളത്. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പ്രയത്നിക്കുന്നതിനനുസരിച്ച് നമുക്ക് അപ്പോൾ കിട്ടുന്ന ബെനിഫിറ്റുകളാണ്. അതിലൊന്ന് റീറ്റെയിൽ പ്രോഫിറ്റ് ആൻഡ് റെഫറൽ ബോണസ്, ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് ആൻഡ് ഇൻസ്റ്റന്റ് മാച്ചിങ് ബോണസ്. സെക്കൻഡ് പാർട്ടിൽ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് റീബർത്ത്, ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസ്, പെർഫോമൻസ് ബോണസ്, മാജിക് ബോണസ്. 9ാമത്തെ, അതായത് 4, 4, 8 പാർട്ട് കഴിഞ്ഞ് 9ാമത്തെ നമ്മുടെ വരുമാന സ്രോതസ്സാണ് ഇ കൊമേഴ്സ് ബോണസ്. ഇതിനായിട്ടാണ് നമ്മൾ ഈ കണ്ട മേഖലകളിൽ കൂടെ ഒക്കെ സഞ്ചരിച്ച് നമ്മൾ കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്നും നമ്മുടെ ആയുഷ്കാലവും അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത തലമുറയിലേക്കും നമുക്ക് വരുമാനം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കമ്മ്യൂണിറ്റി ആവശ്യമാണ്. എങ്ങനെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാം, ഹൗ ടു ബിൽഡ് എ കമ്മ്യൂണിറ്റി, അതിനായിട്ടുള്ള പ്രൊസീജിയർ അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡാണ് കമ്പനി തന്നിരിക്കുന്നത്. റെഫറൽ ബോണസ് നൽകുന്നതിനായി നമുക്ക് മറ്റുള്ള കസ്റ്റമേഴ്സിനെ ഈ കമ്പനിയിലേക്ക് റെഫർ ചെയ്യണം. അത് 2 സൈഡായിട്ട്, എ സൈഡ് ബി സൈഡ് എന്ന 2 ഗ്രൂപ്പാണുള്ളത്. അതിൽ ഏത് ഗ്രൂപ്പിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഗ്രൂപ്പിൽ ഒരു കസ്റ്റമർ വന്നാലും റൈറ്റ് സൈഡിലെ ഗ്രൂപ്പിൽ ഒരു കസ്റ്റമർ വന്നാലും പെർ ഹെഡിന് 500 രൂപ വെച്ച് നമുക്ക് ലഭിക്കും. ഇത്തരത്തിൽ 2 കസ്റ്റമേഴ്സിനെ കമ്പനിക്ക് മിനിമം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം ആരംഭിക്കും. അങ്ങനെ നമുക്ക് എത്ര കസ്റ്റമേഴ്സിനെ വേണമെങ്കിലും കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനും 500 രൂപ ക്രമത്തിൽ എത്ര പേരെ റെഫർ ചെയ്യുന്നു അത്രയും പേരുടെ എമൗണ്ട് നമുക്ക് കിട്ടും. ഇനി അടുത്തായിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ബോണസ്. അതായത് 2 റെഫറൽ തന്നിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് മാറ്റപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർക്ക് എന്താ അഡീഷണൽ ബെനിഫിറ്റ് ഉള്ളത്? അവരുടെ ഗ്രൂപ്പിൽ എത്ര മെമ്പേഴ്സ് ആര് ത്രൂ വന്നാലും, എന്ന് വെച്ചാൽ നമ്മുടെ ഡൗണിലുള്ള മെമ്പേഴ്സ് ത്രൂ ആര് ത്രൂ വന്നാലും എല്ലാ വ്യക്തികളിൽ നിന്നും നമുക്കൊരു 100 രൂപ ക്രമത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള 510 കസ്റ്റമേഴ്സിൽ നിന്ന് മാത്രം നമുക്ക് ലഭിക്കും. അതായത് നമ്മുടെ 8 സെഗ്മെന്റ്സ് അല്ലെങ്കിൽ 8 ലെവൽസ് എന്ന് പറയാം. അതിൽ നിന്ന് നമുക്ക് എത്ര കിട്ടും? 100 രൂപ ക്രമത്തിൽ 510 മെമ്പേഴ്സിന് നമുക്ക് ബെനിഫിറ്റ് കിട്ടും. അവിടെ കണ്ടീഷൻ എന്തുമാത്രമാണ് പറഞ്ഞത്? ഏതൊരു ഇൻകം ഈ കമ്പനിയിൽ നിന്നും നമുക്ക് ലഭ്യമാകണമെങ്കിലും 2 ഡയറക്റ്റ് റെഫറൽസ് മിനിമം കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടാവണം. മിനിമം വിഡ്രോവൽ എമൗണ്ട് 600 രൂപ നമ്മുടെ വാലറ്റിൽ ഉണ്ടാകുകയും വേണം. അടുത്തതായിട്ട് മാച്ചിങ് ബോണസ് ആണ്. ഈ മാച്ചിങ് ബോണസിന്റെ പ്രത്യേകത എന്തെന്നറിയോ? നമ്മളിപ്പോൾ മുമ്പേ കണ്ടിരുന്നു 1500 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കണം, അത് കഴിഞ്ഞ് 2000 രൂപയ്ക്ക് ടോപ്പപ്പ് ചെയ്യണം അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് നമ്മൾ കണ്ടല്ലേ. അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കമ്പനി എന്താണ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് നമുക്ക് നൽകുന്നു. അപ്ഗ്രേഡ് ടു, അതായത് 1000 റുപ്പീസ് NFC കാർഡിന് തന്നു, രണ്ടാമത് 2000 രൂപ NFC കാർഡിന് തരുന്നു. 1500 രൂപ നമുക്ക് പ്രൊഡക്റ്റിനാണ് തന്നെ, നമുക്ക് പ്രൊഡക്റ്റ് കമ്പനി തന്നു. പിന്നെ എന്താണ് NFC കാർഡിനായിട്ട്? NFC കാർഡിനുള്ളതാണ് 5000. അതിൽ ആദ്യത്തെ 1000 രൂപ എന്ത് തന്നു? റീചാർജ് തന്നു. രണ്ടാമത്തെ നമുക്ക് 2000 രൂപ
എന്തിനു വേണ്ടി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്കത് അഡീഷണൽ ബെനിഫിറ്റ് തരാനായിട്ട് കമ്പനി യൂസ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ എത്ര പേര് 1000 രൂപയുടെ പാക്കേജിൽ വന്നിട്ടുണ്ടോ അവരിൽ നിന്നെല്ലാം നമുക്ക് മാച്ചിങ് ബോണസ് കിട്ടും. മാച്ചിങ് ബോണസ് 1000 റുപ്പീസ് വെച്ചായിരിക്കും. അത് ഡെയിലി സീലിംഗ് എന്ന് പറയുന്നത് 5000 രൂപയാണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മാച്ചിങ് ബോണസിൻ്റെ ഒരു രണ്ടാം പാർട്ടുണ്ട്. ഈ രണ്ടാം പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന എമൗണ്ട് 5000-ലെത്തി, അതായത് നമ്മുടെ സെക്കൻഡ് അപ്ഗ്രേഡും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് കസ്റ്റമർ ഏത് പാക്കേജിൽ വന്നാലും, അതായത് 3000-ൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ NFC കാർഡിൽ വന്നിട്ടോ എത്ര രൂപയുടെ പർച്ചേസിങ് നടക്കുന്നോ അതിലൂടെ കസ്റ്റമേഴ്സ് കടന്നു വരുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ മുമ്പ് കണ്ടതുപോലെ തന്നെ മാച്ചിങ് ബോണസ് 1000 രൂപ വെച്ച് കിട്ടും. പക്ഷെങ്കിൽ നമ്മൾ 5000 രൂപയിലേക്ക്, അതായത് NFC കാർഡിൻ്റെ പണം പൂർത്തിയായിട്ട് നമ്മൾ അടച്ചു കഴിയുമ്പോൾ നമുക്ക് 10000 രൂപ വെച്ച് ഡെയിലി മാച്ചിങ് ബോണസ് കിട്ടുന്ന സംവിധാനമാണ് കമ്പനി ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ആർ എ വാലറ്റ് എന്ന് പറയുന്ന ഒരു അമേസിംഗ് വാലറ്റാണ്. റിപ്പീറ്റഡ് അലവൻസ് വാലറ്റ് എന്ന് പറയും. ഇവിടെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും TDS 5% ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്. ബാക്കി വരുന്ന ഇൻകത്തിൽ നിന്നും 25% നമ്മുടെ RA വാലറ്റിലേക്ക് കമ്പനി നീക്കിവെക്കുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് പിന്നീട് ഫ്യൂച്ചറിലേക്കുള്ള നമുക്ക് ബെനിഫിറ്റുകൾ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മാധ്യമമായിട്ടാണ് RA വാലറ്റ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഓട്ടോമാറ്റിക് റീബർത്ത്. അതായത് RA വാലറ്റ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ. RA വാലറ്റ് 25% വീതം ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ RA വാലറ്റിൽ ഇപ്പോൾ 2500 രൂപ പൂർത്തിയാകുന്നു. ഹോൾഡ് ചെയ്യുന്ന എമൗണ്ടുകൾ ചെറുത് വെച്ചിട്ട് എപ്പോൾ 2500 രൂപ പൂർത്തിയാകുന്നോ ആ സമയത്ത് നമ്മൾ പുനർജനിക്കും. അതായത് നമ്മുടെ റീബർത്ത്, ടൈം ഫോർ റീബർത്ത്. നമ്മൾ പുനർജനിക്കുമ്പോൾ 2500 രൂപയുമായി നമ്മൾ പുനർജനിക്കുമ്പോൾ നമുക്ക് കമ്പനി എന്താണ് തരുന്നത്? റീചാർജ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഏതാണോ കസ്റ്റമറുടെ ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് 1000 രൂപ അതിന് റിസർവ് ചെയ്യും. പിന്നെയോ നമ്മൾ പുനർജനിച്ച നമ്മുടെ ഐഡിയുടെ റെഫറൽ ബോണസ് നമുക്ക് തന്നെയാണ് കിട്ടുന്നത്. കാരണം നമ്മളെ മറ്റൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിസ്റ്റത്തിൽ വന്നതെങ്കിൽ നമ്മുടെ പുനർജനനം എന്ന് പറയുന്നതിൻ്റെ സ്പോൺസർ നമ്മളായിരിക്കും. അപ്പോൾ റെഫറൽ ബോണസ് നമുക്ക് കിട്ടും. ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് 800 രൂപ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ വിശ്വസിച്ച് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് പറഞ്ഞപ്പോൾ കമ്പനിയെ അറിയില്ല. അപ്പോൾ നമ്മുടെ വാക്കിനെ വിശ്വസിച്ച് നമ്മുടെ കൂടെ കടന്നു വന്നിട്ടുള്ള ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള വ്യക്തികൾക്ക് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനം. ഈ നമുക്ക് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം മുൻപേ നമ്മൾ ബിസിനസ്സിൽ വന്നു എന്നതുകൊണ്ട് നമ്മൾ അപ്ലൈൻ എന്ന ഒരു പേരിലോ അല്ലെ ഒരു ലീഡർ എന്ന പേരിലോ വരാം. പക്ഷെങ്കിൽ നമ്മുടെ കൂടെ വന്നവർ ഒരിക്കലും സങ്കോചപ്പെടേണ്ട. നമുക്ക് മുന്നേ പോയ ആളുകൾ നമുക്ക് വരുമാനം തരാനുള്ളവരാണ്. അതായത് ഈ സിസ്റ്റത്തിൽ നമ്മുടെ കൂടെ കടന്നു വരുന്നവർ നമുക്ക് വരുമാനം തരാനുള്ളവരാണെങ്കിൽ നമുക്ക് മുന്നേ പോയിട്ടുള്ള അല്ലെ നമ്മളെ ഈ സിസ്റ്റത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ള ഓരോ വ്യക്തികളും നമുക്ക് വരുമാനം തരാനുള്ളവരാണ്. അതാണ് റീബർത്തിന്റെ ഒരു മനോഹരമായ അവസ്ഥ. കാരണം പുനർജനിക്കുന്ന ഐഡികൾ എപ്പോഴും എവിടെയാണോ നമ്മുടെ താഴെ വേക്കന്റ് പ്ലേസ് കിടക്കുന്നത് അവിടെ പോയി ഫില്ലാകും. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയുടെയും ഏതൊരു ID രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ IDയുടെ ലെഫ്റ്റും റൈറ്റും ഫില്ലായി പോയിരിക്കും. അങ്ങനെ ഫില്ല് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഫില്ലായി പോകുമ്പോൾ നമ്മുടെ ആ പ്ലേസ് ചെയ്യപ്പെട്ട ഐഡിയുടെ മുകളിലുള്ള ഐഡികളിലെല്ലാം 100 രൂപ ക്രമത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നതാണ് ഈ 800 രൂപ. അതുകൊണ്ട് അറിയുക, ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും വരുമാനം എന്ന് പറയുന്നത് ലഭ്യമായിരിക്കും. അത് നമുക്ക് വിഡ്രോ ചെയ്ത് നമ്മുടെ ബാങ്ക് ബാലൻസ് ആയിട്ട് മാറ്റണമെങ്കിൽ നമ്മൾ 2 കസ്റ്റമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഈ കമ്പനിക്ക്. കാരണം കമ്പനിക്ക് വേണ്ടത് കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കുക എന്നത് കമ്പനിയുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇവിടെ ബിസിനസ് നമ്മൾ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്താലും പർച്ചേസ് ചെയ്താലും നമുക്ക് ബെനിഫിറ്റ് ആണെന്ന് പറഞ്ഞു. ആ ബെനിഫിറ്റ് നമുക്ക് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ NFC കാർഡിലേക്ക് സ്റ്റോർ ചെയ്യും, ബാക്കി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് പണമായിട്ടും ലഭിക്കും. അതേപോലെ തന്നെ നമുക്ക് ജീവിതകാലത്തിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ടും ലഭിക്കുന്ന ഒരു മനോഹരമായ സംവിധാനമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ കമ്പനിയിൽ നടക്കുന്ന ടോട്ടൽ ബിസിനസ്സിൽ നിന്നും ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിനാണ് മാജിക് ക്ലബ്ബ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതും ഇതേപോലെ തന്നെ ഒരു അത്ഭുതകരമായ ഒരു സിസ്റ്റമാണ്. അതും നമുക്ക് മുൻപോട്ടുള്ള ഓരോ ഘട്ടത്തിലായിട്ട് മനസ്സിലാക്കാം. ഇനി ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസ്. ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടു റീബർത്ത് ചെയ്ത ID അല്ലേ. ആ റീബർത്ത് ചെയ്ത IDയെ ടോപ്പ് അപ്പ് ചെയ്യുന്ന സംവിധാനം നമ്മൾ മുമ്പേ കണ്ടു. നമ്മൾ 1000 രൂപയ്ക്ക്
നമ്മൾ എന്ത് ചെയ്തിരുന്നു? 1000 രൂപയ്ക്ക് നമ്മൾ ഒരു പിന്നെ NFC കാർഡിൻ്റെ അഡ്വാൻസ് കൊടുത്തു, നമുക്കൊരു സർവീസ് സ്വീകരിച്ചു. അവിടെ നമ്മൾ ടോപ്പപ്പ് ചെയ്ത് പോയപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് മാച്ചിങ് ബോണസ് ലഭ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പുനർജനിച്ച ID-യിൽ നിന്നും നമുക്ക് മാച്ചിങ് ബോണസ് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടാനുള്ളതാണ് ഈ മാച്ചിങ് ബോണസിൻ്റെ വാലറ്റ് എന്ന് പറയുന്നത്. അതായത് ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസിൻ്റെ RA വാലറ്റ് എന്ന് പറയുന്നത്. ഈ RA വാലറ്റിൽ എപ്പോഴൊക്കെ ബില്ലുകൾ പോരുന്നതനുസരിച്ച് നമുക്ക് 4000 രൂപ ഹോൾഡ് ചെയ്യപ്പെടുന്നു, അപ്പോൾ നമ്മുടെ ID ടോപ്പപ്പ് റീബർത്ത് ചെയ്ത ID ടോപ്പപ്പ് ആകും. നമ്മുടെ ഡൗണിൽ നിൽക്കുന്ന ഒരു ID ടോപ്പപ്പ് ആകുമ്പോൾ അത് നമുക്ക് മാച്ചിങ് ബോണസ് തരാൻ എലിജിബിൾ ആകുമ്പോൾ നമുക്കും കിട്ടും. ആ ID പ്ലേസ് ചെയ്തതിൻ്റെ ബിറ്റ്വീൻ റേഞ്ചിൽ ആരൊക്കെ ഉണ്ടോ അതുപോലെ തന്നെ നമ്മുടെ അപ്ലയൻസിലേക്ക് എല്ലാവർക്കും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് മാച്ചിങ് ബോണസ് കിട്ടുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഈ RA വാലറ്റിലെ 4000 രൂപ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ജോഡിക്ക് 1000 രൂപ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ 1000 രൂപ എന്ന ക്രമത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത് 100 രൂപ ക്രമത്തിൽ 16 സെഗ്മെന്റ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. RA വാലറ്റിൽ എപ്പോൾ 1700 രൂപ ഉണ്ടാകുന്നോ അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കും. അപ്പോൾ ഇത് ഇറ്റ് വിൽ ബി റിസീവ്ഡ് ഫ്രം 1,31,070 മെമ്പേഴ്സിൽ നിന്നും നമുക്ക് കിട്ടും. 1,31,770 കസ്റ്റമേഴ്സിൽ നിന്നും നമുക്ക് 100 രൂപ ക്രമത്തിൽ കിട്ടും. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ 100 രൂപ ക്രമത്തിൽ ഇത്രയും മെമ്പേഴ്സിന് നമുക്ക് ലഭിക്കുമെങ്കിൽ 1,31,70,000 രൂപ നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ 2 കസ്റ്റമറെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഇൻകത്തിൻ്റെ ഒരു അളവാണ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് കമ്പനി പറഞ്ഞത്. 1 ടൈം നമ്മുടെ 16 സെഗ്മെന്റ്സ് ഫില്ല് ചെയ്ത് പോകുമ്പോൾ സംഭവിക്കുന്നതാണ്. ഫില്ല് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഫില്ല് ചെയ്തിരിക്കും. കാരണം എന്താണ്? ഓരോ റീബർത്ത് ID-കളും നമ്മുടെ ട്രീയിൽ ഫില്ലായി പോകുമ്പോൾ നമുക്ക് 100 രൂപ ക്രമത്തിൽ ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ 2 കസ്റ്റമറെ റെഫർ ചെയ്താലേ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എടുക്കാൻ പറ്റും. നമ്മൾ റെഫർ ചെയ്തില്ലേ എന്ത് സംഭവിക്കും? നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന വരുമാനം മുഴുവൻ RA വാലറ്റിൽ പോയി വീണ്ടും റിപ്പീറ്റേഷൻ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അറിയുക, നമ്മൾ 2 കസ്റ്റമേഴ്സിനെ റെഫർ ചെയ്താൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകേണ്ട പണവും നമ്മുടെ NFC കാർഡിലേക്ക് പോകേണ്ട പണവും നമുക്ക് കിട്ടും. ഇല്ലെങ്കിലോ നമ്മൾ 2 പേരെ റെഫർ ചെയ്തിട്ടില്ല എങ്കിൽ, നമ്മൾ കേവലം റീചാർജിങ്ങിന് മാത്രമാണ് വന്നതെങ്കിൽ ഈ ബെനിഫിറ്റുകളെല്ലാം എന്ത് സംഭവിക്കും? നമ്മുടെ RA വാലറ്റിലേക്ക് പോകും. അത് നമ്മുടെ അപ്പ് ലൈൻസിനും ഡൗൺ ലൈൻസിനും വരുമാനം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരാൾ ബിസിനസ് എടുക്കാതെ നിന്നാലും ഒരു അപ്ലൈനോ ഒരു ഡൗൺ ലൈനോ നഷ്ടമില്ല, മറിച്ച് സ്വന്തം നഷ്ടം മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്ലൈൻ ആയാലും ഡൗൺ ലൈൻ ആയാലും RA വാലറ്റ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊള്ളും. അത് കമ്പനിയുടെ സിസ്റ്റമാണ്. എന്നാൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെ നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് മാത്രമേ നഷ്ടമുള്ളൂ. ഒരിക്കലും ഒരു അപ്ലൈനോ ഡൗൺ ലൈനോ നഷ്ടമില്ലെന്നറിയുക. അതുകൊണ്ട് സ്വന്തം ബിസിനസ് സ്വന്തമായി ചെയ്യുക. 2 ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 2 ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇനി 73 ലക്ഷം രൂപയാണ് നമുക്ക് ഈ 1,31 ലക്ഷം രൂപയിൽ നമുക്ക് RA വാലറ്റിലേക്കുള്ള 25% ഗവൺമെന്റിലേക്കുള്ള 5% പോയിട്ട് ബാലൻസ് നമുക്ക് 73 ലക്ഷം രൂപ നമ്മുടെ ബാങ്ക് ബാലൻസ് ആയി കിട്ടേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ NFC കാർഡിൽ 18 ലക്ഷത്തിലുപരി രൂപയുണ്ടാകും. നമ്മുടെ NFC കാർഡിന്റെ വില എന്താണെന്ന് അവിടെ മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഒരു ATM കാർഡ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ ആ ATM കാർഡിന് അതിൻ്റെ അനുസരിച്ച് വിലയുണ്ട്. അതേപോലെ തന്നെ ബൈബിൾ എന്ന കമ്പനിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇ-കൊമേഴ്സ് വാലറ്റിൽ ഫണ്ട് ഉണ്ടെങ്കിൽ അതായിരിക്കും ആ NFC കാർഡിൻ്റെ വിലയെന്ന് പറയുന്നത്. ഇത് നമുക്ക് ഗ്രോസറി ഐറ്റംസ് മാത്രമല്ല, നമുക്ക് എന്ത് പ്രൊഡക്റ്റുകളും നമുക്ക് ആവശ്യമുള്ളത് വാങ്ങാനുള്ള പെർമിഷൻ കമ്പനി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഗോൾഡ് വാങ്ങണേ ഗോൾഡ് വാങ്ങാം, അതേപോലെ തന്നെ ക്ലോത്ത് വാങ്ങണേ ക്ലോത്ത് വാങ്ങാം, എന്ത് സാധനവും നമുക്ക് വാങ്ങുന്നതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ 3 പ്രോസസ്സുകൾ, അതായത് റീബർത്ത്, ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസ്, അതേപോലെ തന്നെ പെർഫോമൻസ് ബോണസ്, ഈ 3 പ്രോസസ്സും റിപ്പീറ്റഡ് ആണ്. അത് വീണ്ടും സംഭവിക്കും. ഒരു ആവറേജ് കണക്ക് നോക്കിയാൽ പെർഫോമൻസ് ബോണസ് മാത്രം ഒരു ടൈം ഫില്ല് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 492 പ്രാവശ്യത്തോളം റീബർത്ത് സംഭവിക്കും. റീബർത്ത് സംഭവിക്കുമ്പോൾ 500 രൂപയുടെ കണക്ക് നമ്മൾ നോക്കിയിട്ടില്ല. അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് മാച്ചിങ് ബോണസോ അതേപോലെ ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസോ കിട്ടിയപ്പോഴത്തുള്ള നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല. നമ്മൾ ആകെ കൂട്ടിയത് എന്ത് മാത്രമാണ്? 1700 രൂപ നമ്മുടെ RA വാലറ്റിൽ ലഭ്യമാകുമ്പോൾ നമ്മുടെ ഒരു വ്യക്തിയിൽ നിന്നും ഒരു 100 രൂപ മാത്രം ലഭിക്കുമ്പോൾ, അങ്ങനെ നമ്മുടെ ടോട്ടൽ 16 ലെവൽസിൽ നിന്നും 16 സെഗ്മെന്റ്സിൽ നിന്നും നമുക്ക് ഒരു തവണ മാത്രം 100 രൂപ വെച്ച് കിട്ടിയാൽ നമുക്ക് എത്ര രൂപ? 73 ലക്ഷം രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത്.
ചെയ്യുന്നതിനും അതേപോലെ തന്നെ നമ്മുടെ NFC കാർഡിലേക്ക് 18 ലക്ഷം രൂപ സ്റ്റോർ ചെയ്യുന്നതിനുള്ള അവസരമുണ്ട്. അപ്പോൾ അറിയുക, ബാക്കി എല്ലാ ഇൻകത്തിൽ നിന്നും ഇതേപോലെ തന്നെ, അതായത് കമ്പനിയുടെ ഏത് സിസ്റ്റത്തിൽ നിന്നും ഏതൊരു ഇൻകം ജനറേറ്റ് ചെയ്താലും 5% ഗവൺമെന്റിലേക്ക് പോകും, 25% RA വാലറ്റിലേക്ക് പോകും, ബാലൻസ് എമൗണ്ട് മാത്രമേ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ മേഖലയിൽ നിന്നും നമുക്ക് വരുമാനം ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനെല്ലാം കമ്പനി പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? 2 കസ്റ്റമേഴ്സിനെ റെഫർ ചെയ്യുക. എന്നാൽ 2 പേരെ റെഫർ ചെയ്തു, സ്വന്തമായിട്ട് തന്നെ 2 രജിസ്ട്രേഷൻ, വീട്ടിലുള്ള 2 മൊബൈലും റീചാർജ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് എനിക്ക് പോരട്ടെ 73 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വരില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടീം ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള സർവീസ് അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് കമ്പനി പറയുന്നത് യു വിൽ ഗെറ്റ് എവറി ബെനിഫിറ്റ്സ് അക്കോർഡിംഗ് ടു ദ ബിസിനസ് ഗ്രോത്ത് ഓഫ് കമ്പനി. കമ്പനിയുടെ ബിസിനസ് ഗ്രോത്തിനെ അനുസരിച്ചുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് കിട്ടും. എന്ന് കിട്ടുമെന്നൊരു കസ്റ്റമർ ചോദിച്ചാൽ, നമുക്ക് ഞാൻ 2 പേരെ റെഫർ ചെയ്ത് എന്ന് കിട്ടും എനിക്ക് 73 ലക്ഷം രൂപയെന്ന് ചോദിച്ചാൽ, നമ്മുടെ ടീമിൻ്റെ ഗ്രോത്തിനനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ജീനോളജിയിലെ നമ്പർ ഓഫ് മെമ്പേഴ്സ് കടന്നു വരുന്നതനുസരിച്ച്, അവരുടെ പർച്ചേസിങ് അനുസരിച്ച് നമുക്ക് ഈ ബെനിഫിറ്റ് കിട്ടും. എന്നാൽ ഒരിക്കലും കിട്ടാതിരിക്കുമോ? ഇല്ല. എപ്പോഴായാലും ഈ ബെനിഫിറ്റിലൂടെ നമ്മൾ കടന്നു പോയേ മതിയാവുള്ളൂ. കാരണം നമ്മൾ 2 കസ്റ്റമറെ ഇൻട്രൊഡ്യൂസ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ഈ ബെനിഫിറ്റുകളിലൂടെ സഞ്ചരിക്കും. ഈ കമ്പനിയിൽ നിങ്ങളൊരു അംഗമായിട്ടുണ്ടെങ്കിൽ, ഒരു കസ്റ്റമറായിട്ട് കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റോ സേവനമോ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വരുമാന മാർഗത്തിലൂടെ സഞ്ചരിച്ചിരിക്കുമെന്ന് 100% ഉറപ്പാണ്. ആ വരുമാനങ്ങൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരണമെന്ന് നാം തീരുമാനിക്കുക, നമ്മുടെ NFC കാർഡിൽ വരണമെന്ന് നമ്മൾ തീരുമാനിക്കുക. അത് മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ സാധ്യമല്ല. അപ്പം നമ്മൾ പ്ലാൻ മനസ്സിലാക്കുക, അതിനനുസരിച്ച് ബിസിനസ്സിലേക്ക് പ്രവർത്തിക്കുക. അപ്പോൾ ഇ കൊമേഴ്സ് വാലറ്റിലെ ഫണ്ടാണ് നമ്മുടെ NFC കാർഡിൽ വരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇ കൊമേഴ്സ് വാലറ്റിൽ എങ്ങനെ പണം വരും എന്ന് നമുക്കറിയണ്ടേ? അതിനാണ് ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾക്ക് 2 കസ്റ്റമറെ റെഫർ ചെയ്തപ്പോൾ 1000 രൂപ ഇൻകം ജനറേറ്റ് ചെയ്ത് വന്നു. അതിൻ്റെ 5% TDS പോയി, ബാക്കി RA വാലറ്റിൽ 25% പോയി, ബാക്കിയുള്ള എമൗണ്ട് 700 രൂപ നമ്മുടെയാണ്, അല്ലേ? ആ 700 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ 20% ഇ കൊമേഴ്സ് വാലറ്റിൽ ഹോൾഡ് ചെയ്യപ്പെടും. ബാലൻസ് 560 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് പണമായി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരും, അതേപോലെ നമുക്ക് പ്രൊഡക്റ്റായി നമ്മുടെ ഇ കൊമേഴ്സ് വാലറ്റിലുണ്ടാവും. ഈ ഇ കൊമേഴ്സ് വാലറ്റിലെ ഫണ്ടാണ് നമ്മുടെ NFC കാർഡിൽ ഉണ്ടാകുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ വരുമാനം ജനറേറ്റ് ചെയ്ത് വാങ്ങിപ്പോകുന്നോ അതിൽ നിന്നെല്ലാം നമുക്ക് ഈ ഒരു എമൗണ്ട് അവിടെ ഹോൾഡ് ചെയ്യപ്പെടും. അതെല്ലാം നമുക്ക് റീപർച്ചേസിങ്ങിന്, പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ, നമുക്കൊരു കണക്ക് നോക്കാം. ഇതൊക്കെ സാധ്യമാകുമോ? നമുക്ക് എങ്ങനെ ഇ കൊമേഴ്സിലേക്ക് വരുമാനം വരും? നമുക്ക് എത്രത്തോളം വരുമാനം ഏൺ ചെയ്യാൻ പറ്റും? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു എക്സാമ്പിൾ ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. കുറച്ച് മുമ്പും ഞാനിത് മെൻഷൻ ചെയ്തിരുന്നു. മന്ത്ലി പർച്ചേസ് ഓഫ് വൺ പേഴ്സൺ, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഐഡിയിൽ നിന്ന് നമ്മൾ 10,000 രൂപയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയാൽ കേവലം 5% മാത്രമാണ് പ്രോഫിറ്റ് കിട്ടുന്നതെങ്കിൽ 500 രൂപ ഉണ്ടാകും. അതിൽ നിന്ന് കമ്പനി 50% റിസർവ് ചെയ്ത് വയ്ക്കും. 25% കമ്പനിക്കും 25% കമ്പനിയെ നയിച്ചു കൊണ്ടുപോകുന്ന ലീഡേഴ്സിന് അവരുടെ റാങ്കിന് ആനുപാതികമായി നൽകുന്നതിന് വേണ്ടി. ഇവിടെ ഏതൊരു കസ്റ്റമർക്കും നല്ല കമ്പനിയുടെ ഏറ്റവും മികച്ച ലീഡർമാരായി മാറാൻ സാധിക്കും. അത് കമ്പനിക്ക് വേണ്ടി കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ അവരെങ്ങനെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റാങ്കുകൾ കടന്നു വരുന്നത്. ഇനി ടൈപ്പ്, അതായത് നമുക്ക് കടകൾ നമ്മുടെ കമ്പനിയുമായി ടൈപ്പ് ചെയ്യിക്കുന്ന എക്സിക്യൂട്ടീവ് ആരോ, ആ കടയിൽ നടക്കുന്ന ബിസിനസിൻ്റെ മന്ത്ലി പ്രോഫിറ്റ്, കമ്പനിക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിൻ്റെ 10% അദ്ദേഹത്തിന് നിരന്തരം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി ബാലൻസ് വരുന്ന 40% ഈ പർച്ചേസ് ചെയ്ത കസ്റ്റമർ ആരാണോ അദ്ദേഹത്തിന് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് അപ്ലൈൻസ് അവർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്യുന്നു. അതാണ് 12 രൂപ 50 പൈസ ക്രമത്തിൽ നമുക്ക് പ്രതിമാസം 12.5 ലക്ഷം രൂപ നേടാവുന്ന അവസരം. ഇവിടെ കസ്റ്റമറിൻ്റെ എണ്ണം, നമ്മുടെ ഗ്രൂപ്പിലെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ മാർജിൻ, ബെനിഫിറ്റ്സ് 5% എന്നുള്ളത് കൂടുകയേ ഉള്ളൂ, നമുക്ക് കുറയില്ല. കൂടി നമുക്ക് അപ് ടു 50% വരെ നമുക്ക് ലഭിക്കാം. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ നമുക്കൊരു 10% എന്ന് വന്നാൽ ഈ 12.5 ലക്ഷം 25 മാറുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനിയിപ്പോട്ടെ കമ്മ്യൂണിറ്റി നമുക്കൊരു 50,000 കസ്റ്റമേഴ്സേ ഉള്ളൂ നമ്മുടെ ഡൗണിൽ എങ്കിൽ നമുക്ക്
25 രൂപ ക്രമത്തിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടും? 50,000 കസ്റ്റമേഴ്സേ ഉള്ളൂ, 12 രൂപ 50 പൈസ ക്രമത്തിലാണെങ്കിൽ നമുക്ക് 6,4 ലക്ഷം രൂപ കിട്ടും. ഇങ്ങനെ നമ്മളെ ലക്ഷങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തുകയല്ല, സംഭവിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ ഒരു പിക്ചർ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ ഇ കൊമേഴ്സ് സംരംഭം. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ഓരോരുത്തരും നമ്മളുടേതായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ഇതിൽ ഫസ്റ്റ് കീ പോയിന്റ്സ് നോക്കിയാൽ വിഷനറി മാനേജ്മെന്റ്, ഗ്രോസറി ലൈഫ് ലോങ് ബെനിഫിറ്റ്സ് കിട്ടും, അല്ലെ ലൈഫ് ലോങ് ബിസിനസ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന കേവലം 1000 രൂപയ്ക്ക് ഒരു ബിസിനസ് സംരംഭം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് വേൾഡ് മുഴുവൻ നമുക്ക് ബിസിനസ് ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് എക്സ്പെൻസോ അല്ലെങ്കിൽ എൻ്റെ ഷോപ്പ് തുറന്നില്ലല്ലോ, അല്ലെ എനിക്ക് കല്യാണത്തിന് പോകണം സാധിക്കത്തില്ലല്ലോ, കട തുറക്കണമല്ലോ, ഇങ്ങനെയൊന്നും ഉള്ള ഒരു ടെൻഷനും നമുക്കില്ല. കാരണം ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നമ്മൾ ബൈബിൾ എന്ന കമ്പനിയുടെ ചുമലിലാണ് അർപ്പിച്ചിരിക്കുന്നത്. നമ്മൾക്കിവിടെ ചെയ്യാനുള്ള നമ്മുടെ ഡ്യൂട്ടികൾ നമ്മൾ കൃത്യമായി ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. മൊബൈൽ റീചാർജിങ് കണ്ടിന്യൂസ് ആയിട്ട് അലവൻസ് ലഭ്യമാകുക. റീബർത്തിലൂടെ ലൈഫ് ലോങ് റീചാർജ്, അതായത് നമ്മുടെ റീബർത്ത് ഓരോന്ന് നടക്കുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനുള്ള അവസരമുണ്ട്. ഇ കൊമേഴ്സ് ലൈഫ് ലോങ് ബെനിഫിറ്റ്സ് ലഭ്യമാകുന്ന പ്ലാറ്റ്ഫോം അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഏറ്റവും സമീപ പ്രദേശങ്ങളിലെ കമ്പനിയുടെ അംഗീകൃത വ്യാപാരികളിൽ നിന്നും നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റുകൾ വാങ്ങലുകൾ അല്ലെ നമ്മുടെ പ്രതിമാസ ചിലവുകൾ നമുക്ക് വരുമാനം തരുന്നു. അതാണ് പർച്ചേസ് നിയർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി കമ്പനി ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകളുടെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലെ പ്രൊഡക്റ്റുകളുടെ സപ്ലൈ ചെയ്യുന്നതിനുള്ള വളരെ വേഗതയിൽ കസ്റ്റമേഴ്സിന് എത്തിക്കുന്നതിന് വേണ്ടി കമ്പനി ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി, താലൂക്ക്, ഹോം ഷോപ്പി എന്നിവ ആരംഭിച്ചിട്ടുണ്ട്. കാരണം നമുക്കിപ്പോൾ എറണാകുളം ജില്ലയിൽ നമ്മൾ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്ത് കഴിയുമ്പോൾ വളരെ വേഗത്തിൽ ആ ജില്ലയിലെ എല്ലാ പോസ്റ്റലിലേക്കും അല്ലെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സിനും പെട്ടെന്ന് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ട്രിവാൻഡ്രം ജില്ലയിലാണെങ്കിൽ അവിടെ നമുക്ക് കമ്പനിക്ക് ഒന്നിച്ച് സ്റ്റോക്ക് എടുത്തു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ ആളുകൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് കൊറിയർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റൽ വഴി അയക്കുന്നതിനോ സാധിക്കും. അതേപോലെ തന്നെ തമിഴ്നാട്, അതർ സ്റ്റേറ്റുകളിലേക്കാണെങ്കിലും ഇത് തന്നെയാണ് നമ്മുടെ സിസ്റ്റം. അതിനു വേണ്ടിയിട്ടാണ് ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി, താലൂക്ക് ഫ്രാഞ്ചൈസി, അതേപോലെ തന്നെ ഹോം ഷോപ്പി നമ്മുടെ ഏതൊരു കസ്റ്റമർക്കും തിരഞ്ഞെടുക്കാം. മിനിമം 10,000 രൂപയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കൊണ്ട് ഹോം ഷോപ്പി ആരംഭിക്കാം. അവിടെ നമുക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റുകൾ എക്സ്ട്രാ ലഭിക്കും. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഈ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക. അതിലൂടെ നമുക്ക് ഫ്രാഞ്ചൈസികളായിട്ട് മാറാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ സിസ്റ്റത്തിലൂടെ മനസ്സിലാക്കാനുള്ളത്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകുന്നതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.